കൊടകര കവർച്ചാ കേസ് എന്നത് ക്രൈംബ്രാഞ്ച് സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസാണ്. സംസ്ഥാന പോലീസിന് മുന്നിലുണ്ടായിരുന്ന പരിമിതി എന്നത് അതിന്റെ കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള പരിമിതിയാണ്, നിയമപരമായ പരിമിതിയാണ്. ആ പരിമിതി മുൻനിർത്തിയാണ് ഇക്കാര്യം അന്വേഷിക്കണമെന്ന കാര്യം ക്രൈംബ്രാഞ്ച് വിശദമായ റിപ്പോർട്ടിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചത്. പക്ഷേ അക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് എവിടെ നിന്നാണ് ആ പണം വന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്തരമൊരു ചോദ്യത്തിലേക്ക് ഉത്തരം കണ്ടെത്താൻ അല്ലെങ്കിൽ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും ഇഡി തയ്യാറായിട്ടില്ല എന്നതാണ്. മാത്രമല്ല കള്ളപ്പണം എത്തിയതിനു ശേഷം ഇത് എങ്ങോട്ട് പോയി, എന്താണ് ഇത്, അല്ലെങ്കിൽ അത് കള്ളപ്പണ ഇടപാടുകൾക്കായി ഉപയോഗിച്ചെന്ന കാര്യം മാത്രമാണ് ഇഡി അന്വേഷിച്ചത്. അത് നേരത്തെ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ ഒരു കള്ളപ്പണ ഇടപാട് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിരോധന നിയമം അനുസരിച്ച് ഈ പണം എവിടെ നിന്ന് വന്നു എന്നത് ഒന്നാമത്തെ ചോദ്യമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. ആ രീതിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം, ഇഡിയുടെ അന്വേഷണം പോയിട്ടേ ഇല്ലെന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള ഫണ്ടിനായി എത്തിച്ചതാണ്, BJPക്ക് വേണ്ടി എത്തിച്ചതാണ് എന്ന് ധർമ്മരാജിന്റെ, കോഴിക്കോട് സ്വദേശി, ഈ പണത്തിന്റെ എത്തിക്കാൻ ചുമതലയുള്ള ധർമ്മരാജിന്റെ മൊഴിയുണ്ട്.